നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബലഭദ്രസ്വാമിയുടെയും ശ്രീകൃഷ്ണൻ്റെയും സ്വയംവരം അല്ലെങ്കിൽ വിവാഹം. സാധാരണയായി സപ്താഹ വേദികളിലും അതുപോലുള്ള പ്രഭാഷണ വേദികളിലും ബലഭദ്രസ്വാമിയുടെ വിവാഹത്തിനെ പറ്റി അധികം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല, പറയാറില്ല എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല, പറയും. പക്ഷെ അവരുടെ സമയം പരിധി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ അങ്ങനെ പറയാറില്ല. അപ്പോൾ ഈ ശ്രോതാക്കൾക്ക് അതിനെപ്പറ്റി അത്രയധികം അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൂടി ഒന്ന് അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ബലഭദ്രസ്വാമിയുടെ വിവാഹത്തിനെ പറ്റി ആലോചിക്കാം നമുക്ക്. രണ്ടുപേരും ജാതകർമ്മം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഉപനയനം കഴിഞ്ഞു, അടുത്ത പ്രായപൂർത്തിയായി, ഇനി വിവാഹത്തിനെ പറ്റി ചിന്തിക്കേണ്ട സമയമായി. അപ്പോൾ ആദ്യമായുള്ളത് ആരാണ്? ബലഭദ്രൻ, മൂത്ത പുത്രൻ. മൂത്ത ആൾക്ക് കഴിയാതെ രണ്ടാമത്തെ കഴിയുന്ന പതിവില്ലല്ലോ. അതിനുശേഷമല്ലേ ഭഗവാൻ കൃഷ്ണന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൂത്ത ആൾ ബലഭദ്രൻ. അപ്പോൾ ബലഭദ്രസ്വാമിക്ക് അനുയോജ്യമായ ഒരാളെ കണ്ടെത്തണം. അതങ്ങനെ ഇരിക്കട്ടെ. പണ്ട് സൂര്യവംശത്തിൽ ശര്യാതി എന്നൊരു രാജാവുണ്ടായിരുന്നു. ശര്യാതി എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനർത്ഥൻ എന്ന ഒരു പുത്രനും സുകന്യ എന്നൊരു പുത്രി ഉണ്ടായിരുന്നു. ഈ സുകന്യയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ചവന മഹർഷിയാണ്. അതായത് ഭൃഗുപുത്രനായ ശകന മഹർഷിയാണ് സുകന്യയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതായത് ശര്യാതിയുടെ പുത്രിയും അനർത്ഥൻ്റെ സഹോദരിയുമായ സുകന്യയെ ഭൃഗുപുത്രൻ ചവന മഹർഷി വിവാഹം ചെയ്തിരുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇനി അനർത്ഥൻ, ഇദ്ദേഹമാണ് കുശസ്ഥീലി പട്ടണം ഉണ്ടാക്കിയത്. ഏതായി കുശസ്ഥീലി പട്ടണം? ദ്വാരക ഉണ്ടായ സ്ഥലം. ഇതിനെപ്പറ്റി മുമ്പത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടായെന്ന്. ആ കുശസ്ഥീലി പട്ടണത്തിൻ്റെ അധിപൻ അനർത്ഥനാണ്. അനർത്ഥനും വരുണനും കൂടി ഉണ്ടായ ഒരു സ്വരച്ചേർച്ചയുടെ ഫലമായി വരുണൻ കുശസ്ഥീലി പട്ടണത്തിനെ സമുദ്രത്തിൽ താഴ്ത്തി. അതാണ് കഥ. അതിനപ്പുറമാണ് ദ്വാരകയൊക്കെ ഉണ്ടാകുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഈ അനർത്ഥന് ഒരു പുത്രൻ ഉണ്ടായിരുന്നു, രേവതൻ. അനർത്ഥൻ്റെ പുത്രൻ രേവതൻ. അതിനു പുറമെ അദ്ദേഹത്തിന് വളരെയധികം കുട്ടികളുണ്ടായിരുന്നു. ഈ രേവതന് 100 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. അതായത് അനർത്ഥൻ്റെ പുത്രൻ രേവതന് 100 ആൺകുട്ടികളും ഒരേ ഒരു പെൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നു. അവൾക്ക് പേരെന്താണ്? രേവതി. രേവതൻ്റെ പുത്രി രേവതി, അനർത്ഥൻ്റെ പേരക്കുട്ടി രേവതി. ഓക്കെ. ഈ രേവതി അതിസുന്ദരിയായിരുന്നു, നല്ലൊരു സുന്ദരിയായിരുന്നു രേവതി. അപ്പോൾ അനർത്ഥന് അദ്ദേഹത്തിൻ്റെ രേവതന് എപ്പോഴും ഇതിനെപ്പറ്റിയാണ് ചിന്ത. എന്താണ്? ഈ കുട്ടിക്ക് അനുയോജ്യമായ ഒരു വരനെ കണ്ടെത്തണം. തൻ്റെ പുത്രിയായ രേവതിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തണം. ആരെങ്കിലും കണ്ടെത്തിയാൽ പോരല്ലോ. അദ്ദേഹം ഒരു രാജാവ് കൂടിയാണ്, നല്ലൊരു ശ്രേഷ്ഠനായ രാജാവാണ്, സുന്ദരിയായ പുത്രിയാണ്, ഇഷ്ടംപോലെ ധനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വരനെ കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ചതുർമുഖനെ ചെന്ന് കണ്ടു, ധ്യാനിച്ചിരുന്നു. ചതുർമുഖന് ആരാണ്? ബ്രഹ്മാവ്. ഞാൻ സാഹിത്യം പറഞ്ഞാൽ നിങ്ങളെ കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ സാഹിത്യങ്ങൾ പറഞ്ഞാൽ എന്നെ കുഴപ്പം ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ കണ്ടു, തപസ് ചെയ്തു അല്ലെങ്കിൽ ധ്യാനിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ വത്സ, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന നീ, അതായത് സൂര്യവംശത്തിന് ഇക്ഷ്വാകു വംശത്തും പറയാം, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന നീ എന്തിനിങ്ങനെ സ്വന്തം മകളെക്കുറിച്ച് വ്യസനിക്കുന്നു? അവളുടെ വിവാഹം ഗംഭീരമായി നടക്കും. അവൾക്ക് അനുയോജ്യനായ പുരുഷൻ ദ്വാപരയുഗത്തിൽ, ഇതിപ്പോൾ ഈ പറയുന്നത് ത്രേതായുഗത്തിലാണ് കേട്ടോ, ഈ പറയുന്നത് ത്രേതായുഗത്തിലാണ്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായി ബലഭദ്രസ്വാമി അവതരിക്കും.
അദ്ദേഹം ഇവളുടെ വരനായിത്തീരും, അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിന് മനസ്സിന് പിന്നെയും ഇങ്ങനെ വിഷമങ്ങളുണ്ടായിരുന്നു. നമ്മളുടെ മകളുടെ കല്യാണത്തിന് കാണുന്നില്ല, 2 യുഗങ്ങളാണ് വ്യത്യാസം, നോക്കിക്കോളെ. അപ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്നവർക്ക് ഇതാർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഒന്ന് ത്രേതായുഗത്തിലും ഒന്ന് ദ്വാപരയുഗത്തിലുമാണ്. ദ്വാപരയുഗത്തിലാണ് ബലഭദ്രസ്വാമിയുടെ വിവാഹം നടക്കുന്നത്, ത്രേതായുഗത്തിലാണ് രേവതി. അപ്പോൾ ഒരു ചോദ്യം വരും, ഇത്രയധികം ആവുന്ന സമയത്ത് ഈ കുട്ടി വയസ്സായ ഒരു സ്ത്രീയായി തീരുമല്ലോ എന്ന്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നീ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കണ്ട, അവളുടെ യൗവനം എന്നും ഒരുപോലെ ഇരിക്കും, യാതൊരു മാറ്റവും വരില്ല, സൗന്ദര്യത്തിനോ മറ്റതിനോ യാതൊരു മാറ്റവും വരില്ല, ഇപ്പം എങ്ങനെയുണ്ട് അതുപോലെ തന്നെ തുടരും എന്നൊരനുഗ്രഹം കൊടുത്ത് ഈ രേവതനെ തിരിച്ചയച്ചു. അത് കഴിഞ്ഞ് കാലഘട്ടങ്ങൾ കഴിഞ്ഞു, കുറേ കാലം കഴിഞ്ഞു, രേവതൻ മരിച്ചുപോയി, പലതും മരിച്ചുപോയി. അവർ മുത്തശ്ശൻ ഇങ്ങനെ പലരും യുഗങ്ങൾ കഴിയല്ലേ, യുഗങ്ങൾ പറഞ്ഞ വർഷങ്ങളാണല്ലോ, വളരെയധികം വർഷങ്ങളാണ്. രേവതി അങ്ങനെ തന്നെ അതിസുന്ദരിയായി അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബലഭദ്രസ്വാമിക്ക് ഇങ്ങനെ വിവാഹം ആലോചിച്ചു. ഇങ്ങനെ രേവതി ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ രേവതിയെ വിവാഹം കഴിച്ചു. അതാണ് ബലഭദ്രസ്വാമിയുടെ വിവാഹത്തിനെ പറ്റി പറയാൻ കാരണം. എല്ലാവരും പറയും രേവതി കഴിച്ചു, ഈ രേവതി ആരാ, രേവണൻ്റെ മോൾ എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി വിശകലനമായ ഇത് ഞാൻ പറയാൻ കാരണം അതാണ്, അനർത്ഥൻ്റെ. ഇനി നമുക്ക് ശ്രീകൃഷ്ണൻ്റെ വിവാഹത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് കുറച്ചുകൂടിയും പറയാനുണ്ട്. ശൂരസേനൻ എന്ന മഹാരാജാവിന് 2 ഭാര്യയുള്ളത്. ഒന്ന് മനിഷ, രണ്ടാമത്തത് ഒന്ന് വേറൊരുത്തി, രണ്ടാമത്തത് മനിഷ. ഈ മനുഷ്യക്ക് വസുദേവനുൾപ്പെടെ 9 പുത്രന്മാരും 5 പുത്രികളുമാണ്. 5 പുത്രനാണ്. അത് മൂത്ത പുത്രനാണ് വസുദേവൻ. ബാക്കി 5 സഹോദരിമാരാണ്. ആ സഹോദരിമാർ ഒരു സ്ത്രീയുടെ പേരാണ് സുധാദേവി. ഞാനിതൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇത് പറയേണ്ട ആവശ്യം വന്നു, അതുകൊണ്ടാണ് പറയണം. ഇത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇത് പറയേണ്ട ആവശ്യം വരും, അതുകൊണ്ട് ഇപ്പം തന്നെ പറയുന്നു. സുധാദേവി അദ്ദേഹത്തെ കല്യാണം കഴിച്ചിരിക്കുന്ന വൃദ്ധസർണാവ് എന്ന ഒരു മഹാരാജാവാണ്. അവർക്കാണ് ദന്തവക്രൻ എന്ന പുത്രൻ ജനിക്കുന്നത്. ഇനി അടുത്ത 5 സഹോദരിമാരിൽ ഒരാളുടെ പറഞ്ഞു. വേറൊരു സഹോദരിയുണ്ട്, ശ്രുതസ്രവസ് എന്ന ഒരു സഹോദരി. ആ സഹോദരിയെ ധമഘോഷൻ എന്ന മഹാരാജാവ് കല്യാണം കഴിച്ചു. അതിലുണ്ടായ പുത്രനാണ് ശിശുപാലൻ. അപ്പോൾ ശിശുപാലനെ പറ്റിയും ദന്തവക്രത്തെ പറ്റിയും വരും, അതുകൊണ്ടാണ് ഇത് ഞാൻ ഇപ്പം തന്നെ പറയാൻ കാരണം. ഇനി അദ്ദേഹത്തിൻ്റെ വിവാഹപ്രായത്തിനെ പറ്റി നമുക്ക് അടുത്ത വിവാഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റി നമുക്ക് വീണ്ടും പറയാം. അടുത്ത എപ്പിസോഡിൽ ഞാൻ വർണ്ണിക്കാം. സമയം, നിങ്ങളുടെ സമയം പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെറുതായി പറയുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ അടുത്തത് അതും പറയാം. നമസ്കാരം, നന്ദി, നമസ്കാരം.